ഹായ് ഹലോ. ഈ നോമ്പ് കാലത്ത് നോമ്പ് തുറക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഡ്രിങ്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അതിനേക്കാൾ മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കാം. നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും കേട്ടോ ഇതിട്ടാൽ. ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ, ആവശ്യത്തിന് പിന്നീട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉണ്ടാക്കി കഴിയുമ്പോൾ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണേ. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യം കുറച്ച് വെള്ളമാണ് കേട്ടോ. കുറച്ച് മതി. നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തരിയൊക്കെ മാറ്റി നമ്മളൊന്ന് അരിച്ചെടുക്കണം. അതേ അരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബൗളിൽ ഇത്രയും കിട്ടി കേട്ടോ. അരിച്ചെടുത്തപ്പോൾ ഒരു ഗ്രീൻ കളറിലാണ് കിട്ടുക കേട്ടോ. ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഗ്രീൻ കളറായിരിക്കും. മുകളിൽ ഇങ്ങനെ പതഞ്ഞ് ഇരിക്കും കേട്ടോ. നമ്മളിനി ഇത് ഒരു 3 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അവസാനം ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. ഇതിലേക്ക് ഒരു നാരങ്ങ പിന്നെ ഒരെണ്ണത്തിൻ്റെ പകുതിയും കൂടി എടുത്തിട്ട് ഞാൻ ജ്യൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് 3 എണ്ണത്തിലും ഒഴിച്ചു കൊടുക്കാം. 3 എണ്ണത്തിൽ ഒരേ അളവിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ അരിച്ചെടുത്ത് വെച്ചിട്ടില്ലേ, അതും ഈ 3 എണ്ണത്തിലും ഒഴിച്ചു കൊടുക്കാവേ. അതുപോലെ നമ്മൾ ഈ അരച്ചെടുക്കുമ്പോഴില്ലേ ഒരു പച്ച മുന്തിരി ഇല്ലേ, പച്ച മുന്തിരി ഉണ്ടെങ്കിൽ ഇട്ട് അരയ്ക്കണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നല്ല കളറ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് കളർ കുറച്ച് കുറവല്ലേ, നല്ല കളർ കിട്ടും. ചെറിയൊരു പുളിപ്പ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പച്ചമുന്തിരി ഉണ്ടെങ്കിൽ നിങ്ങൾ അരയ്ക്കുമ്പോൾ തന്നെ അത് ഇട്ട് അരയ്ക്കണേ. നമ്മൾ മിക്സിയിലിട്ട് ജാറിൽ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ 3 ഗ്ലാസ് ആയതുകൊണ്ടാണ് ശരിക്കും ഇതിൻ്റെ കളറ് കുറച്ച് ഡിമ്മായത് കേട്ടോ. 2 ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ നല്ല കളറുണ്ടാകും, നല്ല പച്ച കളറായിരിക്കും സംഭവം. അപ്പോൾ ഞാനിത് 3 ഗ്ലാസ് ആക്കി. ഞങ്ങൾക്ക് 3 പേർക്കും 3 ഗ്ലാസ് ആക്കിയത് കൊണ്ടും മാത്രമാണ് കേട്ടോ. അതിൽ കുറച്ച് കളർ കുറഞ്ഞാലും കുറച്ച് നല്ല ടേസ്റ്റ് കേട്ടോ. മറ്റേ മല്ലിയിലയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ടുണ്ടാകും. പിന്നെ അതുപോലെ നമ്മളിത് ഇളക്കി കൊടുക്കണം ചെറുതായിട്ട്. അവസാനം നമ്മൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പഞ്ചസാര കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിലേക്ക് ഐസ് ക്യൂബാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഐസ് ക്യൂബ് ഇട്ടിട്ട് ആ ഒരു തണുപ്പും കൂടിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഈ ചൂടുകാലത്തൊക്കെ പറ്റിയ ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഈ നോമ്പ് കാലത്തൊക്കെ നോമ്പ് തുറക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാവേ. അപ്പോൾ ബൈ.